നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുപാട് നാളായി കൊതിച്ച ഒരു സ്ഥലത്തേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ പോയിട്ടിപ്പോൾ ഒരു വർഷത്തോളമായി. പക്ഷേ ഞങ്ങൾ എന്നും വിചാരിക്കും പോകണമെന്ന്. പക്ഷേ ഓരോ സമയവും ഓരോ തിരക്കുകൾ കാരണം തടസ്സങ്ങളൊക്കെ കാരണം പോകാൻ പറ്റാറില്ലായിരുന്നു. പിന്നെ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു മാസത്തോളമൊക്കെ കഴിഞ്ഞിട്ടോ. ഏപ്രിൽ എടുത്ത വീഡിയോ ആണ്. പക്ഷേ എനിക്കിതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഓരോ തിരക്കുകളുണ്ടായിരുന്നു, കല്യാണവും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പുറകെ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തലേദിവസം തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഉറങ്ങാനും കൂടി പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ 3:30-ക്കൊക്കെ എണീറ്റ് വേഗം കുളിയെല്ലാം കഴിഞ്ഞ് നേരെ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറി. അവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്താറായപ്പോഴേക്കും 7-7:15 ആയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് വണ്ടി ഇടാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പോരാത്തിന് ഞായറാഴ്ചയും കല്യാണം കൂടി ആകുമ്പോൾ പറയുവേണ്ടല്ലോ. അപ്പോൾ ഇതേ ഇവിടെ എത്തി നമ്മുടെ കണ്ണൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു ഫീലാണല്ലേ. നമുക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. അവിടെ എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരുപാട് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുള്ളതുകൊണ്ട് കല്യാണങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി ഇടാനായിട്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടോ. എന്നാലും ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു സ്ഥലം കിട്ടി. ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ പോയത്. വിശപ്പുണ്ടായിരുന്നു. വിശപ്പെന്ന് വെച്ചാൽ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിൽ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ദോശയും പിന്നെന്താണ് കാപ്പിയും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കാപ്പിയും കൂടി കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു എനർജി കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ക്യൂവിലൊക്കെ നിന്ന് നല്ലോണം അങ്ങോട്ട് പതിയെ കണ്ണനെ അങ്ങോട്ട് തൊഴുതിട്ട് ഇങ്ങോട്ട് പതിയെ ഇങ്ങോട്ട് ഇറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പ്രസാദൂട്ടിനൊക്കെ ക്യൂ നിൽക്കാമെന്ന് ഓർത്താണ്. പക്ഷേ അവിടെ ഒരുപാട് ക്യൂ നിന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നില്ലായിരുന്നു. പിന്നെ ആ വെയിലത്തു കൂടി ഇങ്ങനെ നടന്ന് നല്ല രസമുണ്ടായിരുന്നു. എന്തോരം നിന്നാലും ഞങ്ങൾ ഓരോ കടകളിലേക്ക് കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നിയില്ലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം വൈകുന്നേരമൊക്കെ പോന്നാൽ മതി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ചേട്ടന് സമ്മതിച്ചില്ല. ചേട്ടൻ പറഞ്ഞ് വേഗം പോയിട്ട് കുറച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓരോ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നേരെ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾക്കിന്ന് പോകണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ ഒരു ദിവസം വന്ന് നിന്ന് തൊഴാന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ അവിടെ കുറച്ച് നേരം നടന്നു. പിന്നെ ഞങ്ങൾ പ്രസാദം വാങ്ങിക്കണം കൗണ്ടറിൽ നിന്ന് പായസം വാങ്ങിക്കാമെന്ന് ഓർത്തു. പക്ഷേ പായസത്തിന് നല്ല തിരക്കായതുകൊണ്ട് പിന്നെ അവിടെ ക്യൂ നിന്നില്ല. പിന്നെ ഞങ്ങൾ പഞ്ചസാര വാങ്ങിച്ചു. അതെല്ലാം കഴിച്ചിട്ട് നേരെ വണ്ടിയിലേക്ക് കയറി ഊണ് കഴിക്കാമെന്ന് ഓർത്തപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഊണിന് വേണ്ടിയുള്ള നടത്തുമായിരുന്നു. ഓരോ കടകളും ചെന്നപ്പോൾ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് ചില കടകളൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓരോ കടകളും ചെന്നപ്പോൾ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ആയതുകൊണ്ട് ചേട്ടനത് വേണ്ടായിരുന്നു. ചേട്ടനപ്പോൾ ചോറ് മതിയായിരുന്നു. ഞങ്ങൾക്ക് ചോറ് മതി. അങ്ങനെ ഞങ്ങൾക്ക് ചോറൊന്നും കിട്ടിയില്ലായിരുന്നു. നേരെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ കട കണ്ട് അവിടെ കയറി. അപ്പോൾ ചോറൊന്നും ഉണ്ടായിരുന്നില്ല, ബിരിയാണിയാണ് ഉണ്ടായത്. ബിരിയാണിയെങ്കിൽ ബിരിയാണി അതും കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. മഴയ്ക്ക് മുമ്പ് ഞങ്ങളങ്ങനെ വേഗം വീട്ടിലേക്ക് എത്തി.